നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമത്തിനെതിരെ തോപ്പുംപടിയിൽ ഫാസിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി പാലത്തിന് സമീപം നടത്തിയ സദസ്സ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PP ജേക്കബിന്റെ അധ്യക്ഷതയിലാണ് ഫാസിസ്റ്റ് വിരുദ്ധ സദസ്സ് നടത്തിയത്. കോൺഗ്രസ് പ്രവർത്തകരെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് അതിക്രമിച്ചു എന്നാരോപിച്ച് നടത്തിയ സദസ്സ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. CPM-ഉം ഗുണ്ടാ സംഘങ്ങളും ചേർന്ന് ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. നിരവധി സഹപ്രവർത്തകർക്കാണ് അവരുടെ തലകൾ പൊട്ടി തുന്നലുകൾ ഇടുകയും കൈകാലുകൾ ഒടിയുകയും ക്രൂരമായ അക്രമങ്ങൾക്ക് വിധേയരാകുകയും ചെയ്തു. ഈ അക്രമങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനോ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി ഈ അക്രമത്തിനെ ന്യായീകരിക്കാനും കലാപ ആഹ്വാനം നടത്താനും അതിന് മുഴുവൻ പ്രോത്സാഹനവും നൽകി പോലീസിന്റെ സംരക്ഷണം നൽകി ക്രിമിനൽ സംഘങ്ങളുടെയും CPM-ന്റെയും അക്രമം തുടരുന്നതിനെതിരായിട്ടാണ് 23-ാം തീയതി DGP ഓഫീസിലേക്ക് KPCC പ്രസിഡന്റ് K. സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും നേതൃത്വത്തിൽ കേരളത്തിലെ 7 MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ പോലും അസഹിഷ്ണുതയോടുകൂടി കണ്ട് യാതൊരു തരത്തിലുള്ള ജനാധിപത്യ മര്യാദകളും സ്വീകരിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നതിനിടയ്ക്ക് ഗ്രനേഡ് പൊട്ടിക്കുകയും ആ സ്റ്റേജിനകത്തേക്ക് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത് ഞാനും നിങ്ങളും കണ്ടവരാണ്. യോഗത്തിൽ KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. 4 ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം മുൻപോട്ട് പോകുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സംസ്ഥാനത്തിന്റെ പൊതുകടം 3,92,000 കോടിയിലേക്ക് ഏകദേശം 4 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം 2015 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ പൊതുകടം 1.5 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനം ഭരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുകടം 4 ലക്ഷം കോടിയിലേക്ക് ഉയരുമ്പോൾ ഈ സംസ്ഥാനത്ത് ജനിക്കുന്ന ഓരോ പിഞ്ചു പൈതലും 4 ലക്ഷം രൂപയുടെ പൊതുകടത്തിന്റെ കടക്കാരായി ശരാശരി ഈ സംസ്ഥാനത്തിനകത്ത് മുൻപോട്ട് പോകുമ്പോൾ ഒരു ജനാധിപത്യ ക്രമത്തിനകത്ത് ഈ സംസ്ഥാനത്തിന്റെ പൊതുകടം പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണമാണ് നമ്മുടെ സംസ്ഥാനം. PA സഹീർ, R ത്യാഗരാജൻ, ജോൺ പഴേരി, ദിലീപ് കുഞ്ഞുകുട്ടി, NR ശ്രീകുമാർ, ദീപു കുഞ്ഞുകുട്ടി, AS ജോൺ, MH ഹരീഷ്, EJ അവറാച്ചൻ, ജോഷി ആന്റണി, തമ്പി ജേക്കബ്, ക്ലെമന്റ് റോബർട്ട്, സുമിത് ജോസഫ് എന്നിവർ സംസാരിച്ചു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്താണെന്നോ, ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ ഏതൊരു കാരണവശാലും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞാണ് അധികാരത്തിലേക്ക് വന്നത്. നേരെ മറിച്ച് സാധാരണ ജനങ്ങൾ, വീട്ടിലെ കുടുംബിനികൾ ചിന്തിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തും, ആ വില വർദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ അവർ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് എങ്കിൽ പിണറായി സർക്കാർ തന്നെ കേരളം ഭരിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവരെ വീണ്ടും അധികാരത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. അധികാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി അതേപോലെ തന്നെ മായാജാലമാവുന്നവർ അന്ന് കോവിഡിന്റെ പേരും പറഞ്ഞുകൊണ്ട് കിറ്റുകൾ നൽകിക്കൊണ്ട് ജനങ്ങളെ അന്ധമായി വിശ്വാസത്തിൽ കയ്യിലെടുക്കാൻ സാധിച്ചു. ഇതെല്ലാം ചെയ്തതിന് ശേഷം കിറ്റുമില്ല, പെൻഷനുമില്ല, ഒരു ആനുകൂല്യങ്ങളുമില്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സർക്കാരാണ്
ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.